നാരങ്ങ പിഴിയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അല്ലേ? അപ്പൊ അത് തന്നെ നമുക്കങ്ങ് ചെയ്യാം. അതുപോലെ സവാള ഉണ്ട്, ഇതാ. പിന്നെ ഒരു പഴംപൊരി ഇങ്ങനെ എടുക്കുക, ഇതാ. ബീഫ് ഇതിനകത്തേക്ക് ഇതാ ഇങ്ങനെ മിക്സ് ചെയ്ത് പിടിച്ചിട്ട് ഇതിന്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെ മക്കളെ. ഇങ്ങനെയാണ് ഇതാ ബീഫും പഴംപൊരിയും കഴിക്കുന്നത്. ചിലവർ ആദ്യമായിട്ടായിരിക്കും ബീഫും പഴംപൊരി എന്നുള്ളൊരു കോമ്പിനേഷൻ അറിയുന്നതും കേൾക്കുന്നതും. അങ്ങനെയുള്ളവർ എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്ക്. പ്രത്യേകിച്ച് ഇവിടെ വരണം, ഇവിടെ വന്നിട്ട് വേണം കഴിക്കാൻ. നമസ്കാരം, എല്ലാവർക്കും ജിദ്ദൂസ് ജേണിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നല്ല മഴയാണ് അല്ലേ? വയനാട്ടിൽ നല്ല ഗംഭീര മഴയാണ്, നിങ്ങൾ ന്യൂസിലൊക്കെ കണ്ടല്ലോ അല്ലേ? അപ്പൊ ആ മഴയത്ത് നമ്മളിങ്ങനെ ഒരു ചായ കുടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ ഈ ട്രഡീഷണൽ ആയ ചായക്കടയൊക്കെ അന്വേഷിച്ച് ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട്. കാടിനുള്ളിലുള്ള ട്രഡീഷണൽ ആയ ചായക്കടകളൊക്കെ ഉണ്ട്. നമ്മുടെ സുഖുവേട്ടന്റെ ചായക്കട, അതുപോലെ ചേകാടിയിലുള്ള നമ്മുടെ കാപ്പിക്കട, അവിടെയൊക്കെ പോയിട്ട് നമ്മൾ നല്ല രസകരമായിട്ടുള്ള ചായ കുടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ രസകരമായിട്ടുള്ള ട്രഡീഷണൽ ആയ ഒരു ചായക്കട, ഒരു കാപ്പിക്കടയിലേക്കാണ് വന്നിരിക്കുന്നത്. ഈ കാപ്പിക്കടയുടെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വിന്റർഫെൽ എന്നാണ്. ഇത് എവിടെയാണെന്ന് വെച്ചാല് കാട്ടിക്കുളം, വയനാട്ടിൽ മാനന്തവാടിക്ക് അടുത്ത് കാട്ടിക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് പാൽവെളിച്ചം കുറുവാദ്വീപിലേക്ക് പോകുന്ന റോഡ് സൈഡിലായിട്ടാണ്. ഫോറസ്റ്റിനോട് ചേർന്ന് നല്ല ഗംഭീരമായ ഒരു ചായക്കടയാണ്. നല്ല തണുപ്പത്ത് ബൈക്കിലും കാറിലൊക്കെ വന്നിട്ട് ഇവിടെ ഇറങ്ങി ഒരു ചായയൊക്കെ കുടിക്കാന്ന് പറഞ്ഞാണല്ലോ രസകരമായ ഒരു കാര്യമാണ്. ഇതിന്റെ മുറ്റത്ത് തന്നെ കണ്ടില്ലേ, നല്ല ഗംഭീരമായിട്ടുള്ള വള്ളിപ്പടർപ്പുകൾ കൊണ്ട് തന്നെയാണ് ഒരു പോർച്ച് പോലെ അല്ലെങ്കിൽ ഒരു പാർക്കിംഗ് ഏരിയ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്, ഒരു സിറ്റ് ഔട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇതിന്റെ പ്രത്യേകത വെച്ചാൽ കംപ്ലീറ്റ് മുള കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. മുളയും മണ്ണും ഉപയോഗിച്ചിട്ട് വയനാട്ടിലെ ട്രഡീഷണൽ ആയ പഴയ വീടുകൾ എങ്ങനെയായിരുന്നോ ആ രീതിയിൽ തന്നെയാണ് ഈ വിന്റർഫെൽ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഫുഡ് എന്ന് പറയുന്നത് പഴംപൊരി ബീഫ്, അപ്പം ബീഫ്, അങ്ങനെയുള്ള വെറൈറ്റി സാധനങ്ങളാണ്. നല്ല കാപ്പി, ചായ, അതൊക്കെയാണ്. ഫോറസ്റ്റിന്റെ അരികിൽ തന്നെയാണ്. അപ്പൊ നിങ്ങൾ ഇതിലെ വയനാട്ടിലേക്ക് വരുന്നവരാണെങ്കിൽ, കുറുവാദ്വീപിലേക്കൊക്കെ വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വിന്റർഫെല്ലിൽ കയറി നോക്കാം. നമുക്ക് എന്തായാലും എല്ലാവർക്കും കൂടി ഒരുമിച്ച് പോയിട്ട് വിന്റർഫെല്ലിലെ വിഭവങ്ങൾ എന്താണെന്ന് പരിചയപ്പെടാം. ഈ കാണുന്നത് പാൽവെളിച്ചം കുറുവാദ്വീപ് റോഡാണ്. നമ്മൾ പറഞ്ഞല്ലോ ഈ വിന്റർഫെല്ല് ഫോറസ്റ്റിനോട് ചേർന്ന് തന്നെയാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞല്ലോ. ഈ ഫോറസ്റ്റിന്റെ അരികിലായിട്ട് ധാരാളം ഏറുമാടുകൾ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും. ദാ ട്രീ ഹൗസ് ധാരാളം ഉണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ട് ഇവിടുന്ന് ചായ കുടിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രത്യേക സുഖമാണ്. അത് കഴിഞ്ഞാൽ ഇതുണ്ടാവും, ഗംഭീരമായ വൃക്ഷലതാദികൾ കൊണ്ട് സമ്പുഷ്ടമാണ് ഈ പ്രദേശം എന്നുള്ളതാണ്. ഒരു പ്രത്യേക ആംബിയൻസ് ആണ്. ഒരു മഴയും കൂടെ ഉള്ളതുകൊണ്ട് നല്ല രസമാണ്. ഈ തണുപ്പത്ത് ഇതിലെ ഇങ്ങനെ വന്ന് ടൂ വീലറിലൊക്കെ ആണെങ്കിൽ പറയുകയും കൂടെ വേണ്ട, ആ തണുത്ത് വിറച്ചിങ്ങനെ വന്നിട്ട് നമ്മുടെ വിന്റർഫെല്ലിൽ പോയിട്ട് ഒരു കാപ്പി കുടിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം. അങ്ങനെ നമ്മൾ ആ റോഡിലൂടെ അല്പനേരം ഇങ്ങനെ മുന്നോട്ട് സഞ്ചരിച്ച് കഴിഞ്ഞാൽ അതാ ഗംഭീരമായ വിന്റർഫെല്ല് കാണാം നമുക്ക്. ഇതാ വിന്റർഫെല്ലിൽ എന്നുള്ള ബോർഡും ഒരു ട്രഡീഷണൽ ആയ രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഇതിന്റെ ഫ്രണ്ടിൽ കണ്ടോ, നല്ല വൃക്ഷലതാദികൾ, ഒരുപാട് വള്ളിച്ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഉണ്ടോ നിങ്ങൾ? എന്ത് രസമാണെന്ന് നോക്ക്. മുള കൊണ്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. മുള കൊണ്ടും അതുപോലെ മണ്ണ് തേച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ തേപ്പൊക്കെ, ഭിത്തിയൊക്കെ ശരിക്കും തേച്ചിരിക്കുന്നത് മണ്ണുകൊണ്ടാണ്. പഴയ വയനാടിന്റെ ട്രഡീഷണൽ ആയ വീടുകളൊക്കെ ഇങ്ങനെയായിരുന്നു. ഇതാ മുള കൊണ്ടുള്ള ഡെക്കറേഷൻസ് ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. മേഞ്ഞിരിക്കുന്നതും ഈ തെരിപ്പ എന്നൊക്കെ പറയുന്ന ഒരു സൈസ് പുല്ലുണ്ട്, കാട്ടിലുള്ള ഒരു പുല്ലാണ്. അത്തരത്തിലുള്ള പുല്ലുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു വിന്റർഫെല്ല് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ജാലകമൊക്കെ കണ്ടോ, നല്ല രസകരമായിട്ടുള്ള ഒരു ജാലകമാണ്. ഇതിന്റെ മുറ്റത്ത് തന്നെ ഒരു പ്രത്യേക കുളിർമയാണ്. വിന്റർഫെല്ല് എന്ന് പറയുന്ന ആ ഒരു ശീതകാലം നമുക്കിവിടെ അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പൊ മഴയും കൂടെ ആയതുകൊണ്ട് നല്ല തണുപ്പാണ്. ഇവിടുത്തെ ഐറ്റംസ് കണ്ടോ, അപ്പവും ബീഫും, പഴംപൊരിയും ബീഫും, കപ്പ ബിരിയാണി, സുലൈമാനി, സർബത്ത്, സംഭാരം, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ആണ് ഉള്ളത്. അങ്ങനെ നമ്മൾ ഈ വിന്റർഫെല്ലിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതിന്റെ ടേബിൾ കണ്ടോ, നല്ല രസകരമായിട്ടും അതും മുള കൊണ്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. മുള ഇങ്ങനെ കട്ട് ചെയ്ത് ഒരു പ്രത്യേക രീതിയിൽ ഡെക്കറേഷൻ ചെയ്തിട്ടാണ് ഈ വിന്റർഫെല്ലിന്റെ ടേബിളൊക്കെ ചെയ്തിരിക്കുന്നത്. എന്താ നോക്ക്, ഇത് ശരിക്കും നമ്മുടെ വീടുകളിലൊക്കെ ഡൈനിങ് ടേബിളിന് ഇങ്ങനെ ചെയ്താൽ മതി. നല്ല സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ നല്ല ഭംഗിയോട് കൂടി നമുക്ക് ചെയ്യാൻ കഴിയുന്നുള്ളതാണ് കണ്ടോ. അതുപോലെ അതിന്റെ ചെയർ ആണെങ്കിലും നമ്മുടെ മരത്തടിയില്ലേ, അത് കറക്റ്റ് ക്രോസ് കട്ട് ചെയ്തിട്ടുള്ള സ്റ്റൂളുകളാണ്. ഇതിനകത്ത് ഈ മുളയുടെ റൗണ്ടില്ലേ, ഇതിലെല്ലാം ഡെക്കറേഷൻ ചെയ്തിരിക്കുന്ന പല രീതിയിലുള്ള നെൽവിത്തുകളാണ്. വയനാടിന്റെ ട്രഡീഷണൽ ആയ ഒരുപാട് നെൽവിത്തുകളുണ്ട്. ഗന്ധകശാല, ജീരകശാല എന്നൊക്കെ പറയുന്ന ഒരുപാട് നെൽവിത്തുകൾ, അതൊക്കെ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള നെൽവിത്തുകളാണ് ഇതാ ഈ ഓരോ ടേബിളിലും ഈ റൗണ്ട് കാണുന്ന മുളയുടെ ഉള്ളിലൊക്കെ ചെയ്തിരിക്കുന്നത്. ആരെയും അതിശയിപ്പിക്കുന്ന, വിസ്മയിപ്പിക്കുന്ന ഒരു രസകരമായിട്ടുള്ള ഒരു ചായക്കട തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടുത്തെ ഷോക്കേസ് ഒക്കെ ഉണ്ടോ, ഈ ഷോക്കേസ് എന്നൊക്കെ പറയുന്നത് ശരിക്കും അതും ആ പഴമയെ ഉണർത്തുന്ന രീതിയിൽ ആണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ സീലിംഗ് ഉണ്ടോ, സീലിംഗ് ഒക്കെ ഒന്നും പറയാനില്ല, എല്ലാം ഒരു പഴയ കാലത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകാന്നുള്ളതാണ്. അതുപോലെ തന്നെ മോഡേൺ ആർട്ടൊക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങളോട് ചെയ്തിട്ടുണ്ട്.
ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാനുണ്ട്. അതൊക്കെയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. പേപ്പർ, അതുപോലെ പല മാഗസിൻ ഒക്കെ നമുക്കിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് വായിക്കാനൊക്കെ ആയിട്ട്. അപ്പൊ ഇതാണ് നമ്മുടെ വിന്റർഫെല്ലിലെ ഷിജി ചേച്ചി, ഓണർ. ഷിജി ചേച്ചി അല്ലേ? ഷിജി എന്നല്ലേ പേര് അല്ലേ? ചേച്ചി നമ്മൾ എത്ര ചേച്ചി ഈ കട ഇവിടെ ആരംഭിച്ചിട്ട്? 2 വർഷമായി അല്ലേ? അപ്പൊ എങ്ങനെ ഇങ്ങനെ ഒരു ആശയം നമുക്ക് തോന്നിയത് ഈ ഒരു പിന്നെ മുള കൊണ്ട്? ഇത് എന്റെ ഹസ്ബൻഡും മക്കളും കലാകാരന്മാരാണ്. ഓഹോ, അതാണ് ഇതിന്റെ ഉള്ളിൽ മോഡേൺ ആർട്ടും കാര്യങ്ങളൊക്കെ അല്ലേ? ഞങ്ങൾക്ക് ഇങ്ങനെ തന്നെ ചെയ്യണം എന്നുള്ളത് ഞങ്ങളുടെ ഒരു കുറെ കാലം കൊണ്ടുള്ള ഒരു സ്വപ്നമായിരുന്നു അല്ലെ? ആ സ്വപ്നമാണ് പോവാണ് ജനിക്കുന്നത്. അപ്പൊ ഈ മരങ്ങളൊക്കെ ആദ്യം ഇവിടെ തന്നെ ഉണ്ടായിരുന്ന? അല്ല, ഇത് ചെയ്ത് 1 വർഷം ആകുമ്പോഴത്തേക്കും നട്ടതാണ്. നട്ടുപിടിപ്പിച്ചല്ലേ? ഈ മരം പെട്ടെന്ന് വളർന്ന്. അപ്പൊ ഈ ഒരുപാട് ആളുകൾ കൊണ്ട് വരുന്നുണ്ടെന്നു അല്ലേ? വയനാടിന് പുറത്തുനിന്നൊക്കെ ആളുകൾ വരുന്നുണ്ട്. ആദ്യം വന്നോണ്ടിരുന്നവര് തന്നെ കോഴിക്കോട് ഭാഗത്തുനിന്ന് അങ്ങനെയൊക്കെ അവര് നാട്ടിലെത്തുമ്പം അവരുടെ ഫ്രണ്ട്സിനൊക്കെ പറഞ്ഞ് കൂടുതൽ ആളുകളായിട്ട്. അപ്പൊ നമുക്ക് എങ്ങനത്തെ ഫുഡുകൾ ഇവിടെ ഉള്ളത്? ഇവിടെ ഇപ്പം പഴംപൊരി, ബീഫ്, അപ്പം ബീഫും, കപ്പ, അങ്ങനെയാണ് ചെയ്യുന്നത്. ചായ കാപ്പി. അപ്പൊ നമ്മൾ ഏത് സമയത്താണ് കൂടുതൽ ആളുകൾ ക്രൗഡ് ഉള്ള സമയത്ത്? അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമാണ് ഇപ്പം ആളുകൾ ഉണ്ടാകുന്നത്. 8 മണി വരെയൊക്കെ ചെയ്യുന്നുണ്ട്. വരുന്നവര് വീണ്ടും വരുവാണ്. അപ്പൊ ആ ഒരു ഇതിലാണ് നമ്മുടെ ഷോപ്പ് മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങള് ഇനി വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മാസങ്ങളിൽ നിങ്ങൾ ഹോം സ്റ്റേ പോലെ എന്തോ സംഭവം ചെയ്യണം. മഡ് ഹൗസ് ഇതേപോലെ തന്നെയാണ് നമ്മൾ മഡ് ഹൗസ് ഈ രീതിയിൽ തന്നെ മുളയൊക്കെ ഉപയോഗിച്ചിട്ട്. അപ്പൊ എങ്ങനെയുണ്ട് ഈ മഡ് ഹൗസ്? നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇതേപോലുള്ള മഡ് ഹൗസ് നിർമ്മിക്കണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പരിചയപ്പെട്ടില്ലേ ഷിജേച്ചിയുടെ ഹസ്ബൻഡ് ഷാജിയേട്ടനാണ് ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുക്കാം. അപ്പൊ അദ്ദേഹത്തെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽഡ് ആയ കാര്യങ്ങളൊക്കെ മനസ്സിലാവും എന്നുള്ളതാണ്. മനോഹരമായ രീതിയിലാണ് ഇവിടെ നിർമ്മാണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മള് ബീഫും പഴംപൊരിയും ചായയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ചേച്ചി സാധനം ഇപ്പൊ എത്തിക്കും. നമുക്ക് നോക്കാം. നല്ല തണുപ്പത്ത് നല്ല കാടിനോട് ചേർന്ന് സാധനത്തില്ല ഇതുണ്ടല്ലോ, ഒരുപാട് ഐറ്റം സാധനം ഉണ്ടല്ലോ. അത് ഒരു പ്ലേറ്റിംഗ് ആണ്. കണ്ടോ, പഴംപൊരി ഉണ്ട്, ബീഫ് ഉണ്ട്. ബീഫ് നമ്മൾ കുറച്ച് എടുത്തിട്ടുള്ളൂ. ഇത് ഒരു സ്മോൾ സൈസിന് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ മാത്രമാണ് എടുത്തുള്ളത്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം, എങ്ങനെയുണ്ട് നോക്കാം. കണ്ടോ, നല്ല ഗംഭീരമായ പഴംപൊരി, ഫ്രഷ് ആയിട്ട് നമുക്ക് ചെയ്തെടുത്തുള്ള സാധനം. നല്ല ചൂടാണ്. നമുക്ക് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട് നോക്കാം അല്ലേ? ഇതുണ്ടോ, അതുപോലെ തന്നെ ചായ. ഇത് ചേച്ചി മൺപാത്രമാണ്, ഗ്ലാസ് ആണല്ലോ അല്ലേ? സെറാമിക് ആണല്ലേ? അതിലൊക്കെ ഒരു പഴമയുടെ തനിമ ഇതിനകത്ത് കാണാൻ കഴിയും എന്നുള്ളതാണ്. കാരണം പിന്നെ കുപ്പി ഗ്ലാസ് അല്ല. നല്ല സൂപ്പർ. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. എല്ലാം കൂടെ കൂട്ടി ഒറ്റയായി. ഇപ്പൊ സമയം ഉച്ചയായി. ഉച്ചയ്ക്ക് ഇന്ന് നമ്മുടെ ഉച്ചയൂണ് പഴംപൊരിയും ബീഫുമാണ് കേട്ടോ. നല്ല അടിപൊളി ചായ. ഇപ്പൊ ബീഫ് കഴിക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് നാരങ്ങ പിഴിയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അല്ലേ? അപ്പൊ അത് തന്നെ നമുക്കങ്ങ് ചെയ്യാം. അതുപോലെ സവാള ഉണ്ട്. ഇതാ, പിന്നെ ഒരു പഴംപൊരി ഇങ്ങനെ എടുക്കുക. ഇതാ, ബീഫ് ഇതിനകത്തേക്ക് ഇതാ ഇങ്ങനെ മിക്സ് ചെയ്ത് പിടിച്ചിട്ട് ഇതിന്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെ മക്കളെ. ഇങ്ങനെയാണ് ഇതാ ബീഫും പഴംപൊരിയും കഴിക്കുക. ചിലവർ ആദ്യമായിട്ടായിരിക്കും ബീഫും പഴംപൊരി എന്നുള്ളൊരു കോമ്പിനേഷൻ അറിയുന്നതും കേൾക്കുന്നതും. അങ്ങനെയുള്ളവർ എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്ക്. പ്രത്യേകിച്ച് ഇവിടെ വരണം, ഇവിടെ വന്നിട്ട് വേണം കഴിക്കാൻ. കിടിലെന്ന് പറഞ്ഞാൽ കിട്ടില്ല. ഇതാ ബീഫ് ഇങ്ങനെ എടുക്കുക, പഴംപൊരിയിലേക്ക് മിക്സ് ചെയ്യുക. എന്തോ ഒരു പ്രാവശ്യം നിങ്ങൾ കഴിച്ചാൽ മതി. പിന്നെ നിങ്ങളുണ്ടല്ലോ, ചേച്ചി നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ സുഹൃത്തുക്കളെയും വിളിച്ച് വണ്ടി എടുത്ത് വീട്ടുകാരെയും കുടുംബക്കാരെയും ഒക്കെ വിളിച്ചിട്ട് ഇതാ നമ്മുടെ ഈ വിന്റർഫെല്ലിലേക്ക് പാഞ്ഞെത്തും എന്നുള്ളതിന് ഒരു സംശയമില്ല. ബീഫും പഴംപൊരി എന്നുള്ളൊരു കോംബോ ഉണ്ടല്ലോ, ഇത് ഇരുന്ന് നമ്മളങ്ങ് അടിച്ചു പോകും. അത്രയും ടേസ്റ്റാ. അതിൻ്റെ കൂടെ നല്ല ഒരു ചായ അല്ലെങ്കിൽ ഒരു കാപ്പി. കിടിലെന്ന് പറഞ്ഞാൽ പോരാ, കിടിലെന്ന് പറയണം. ബീഫ് നല്ല രസമുണ്ട് കേട്ടോ. ബീഫ് അപ്പൊ എങ്ങനെയുണ്ട് വിന്റർഫെല്ലിലെ ഒരു അറ്റ്മോസ്ഫിയർ, ആംബിയൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ?
അതുപോലെ തന്നെ ഈ ആംബിയൻസ് പോലെ തന്നെ വളരെ രസകരമായൊരു ഫുഡും കൂടിയാണ് ഈ പഴംപൊരിയും ബീഫും മാത്രമല്ല അപ്പവും ബീഫും ഉണ്ട്. അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. ഇതെല്ലാം കഴിക്കാനുള്ള വയറ് നമുക്കില്ലാത്തതുകൊണ്ട് നമ്മളിന്ന് നിങ്ങളെ കാണിക്കാൻ ടേസ്റ്റ് ചെയ്തത് മാത്രമാണ്. അപ്പം നിങ്ങൾ വയനാട് കാണാൻ വരുന്നവരാണെങ്കിൽ, കുറുവാദ്വീപ് കാണാൻ വരുന്നവരാണെങ്കിൽ, മാനന്തവാടിക്കൊക്കെ വരുന്നവരാണെങ്കിൽ മറക്കണ്ട നമ്മുടെ ഈ വിന്റർഫെല്ല് ഫാമിലിയൊക്കെ ആയിട്ട് വരേണ്ട സ്ഥലമാണ്. നിങ്ങളുടെ കുട്ടികളെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം. ഒരു കാലഘട്ടത്തിൽ വയനാട്ടിലെ വീടുകൾ നിർമ്മിച്ചിരുന്നത് ഇത്തരത്തിലുള്ള ട്രഡീഷണലായ ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ട്, വസ്തുക്കൾ ഉപയോഗിച്ചിട്ട്, മുള, മണ്ണ്, കട്ട, അതുപോലെ തന്നെ മണ്ണ് കൊണ്ട് തന്നെ തേച്ച് ഒരു മഡ് ഹൗസ് തന്നെയാണ്. അപ്പം നല്ല രസകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്കിവിടെ സമ്മാനിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പുതിയ തലമുറ കുട്ടികൾക്കൊന്നും അറിയില്ലല്ലോ, അവര് ഇങ്ങനത്തെ വീടുകളോ ഒന്നും കണ്ടിട്ടില്ലല്ലോ. പിന്നെ അതിലുപരി ഈ ഒരു കോമ്പിനേഷൻ ഇതും ടേസ്റ്റ് ചെയ്യണം. ഇതും നിങ്ങൾ ഇവിടെ വന്ന് തന്നെ ഈ കാടിനോട് ചേർന്ന് ഈ തണുപ്പത്ത് ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് കഴിക്കുമ്പോൾ തന്നെയാണ് അതിൻ്റെ ഒരു ഫീല് കിട്ടുക. അപ്പൊ എന്തായാലും ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും താഴെ രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും പുതുമയുള്ള പുതിയ വീഡിയോകളുമായി ഞാൻ എത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.